+1 എക്കണോമിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 സ്റ്റാറ്റിസ്റ്റിക്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അവസാനം വരെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. അതിലുള്ള ഓരോ മൈന്യൂട്ട് വിഷയങ്ങളും നമുക്ക് അവസാനം വരെ ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് ആവശ്യമായി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എക്സാം എഴുതണം. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ജീവിതത്തിലൂടെ കടന്നു കൊണ്ടുപോകണം. നമുക്ക് +1ലും +2ലും മാത്രമല്ല അവസാനം വരെ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് എക്സ്ക്ലൂസീവ് മെത്തേഡ്, ഇൻക്ലൂസീവ് മെത്തേഡ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡാറ്റ എന്താണെന്ന് പറഞ്ഞു, ഡാറ്റയുടെ വ്യത്യസ്ത രീതികൾ പറഞ്ഞിരുന്നു, കളക്ട് ചെയ്യാനുള്ള 2 രീതികൾ പറഞ്ഞിരുന്നു. ആ ഡാറ്റ കളക്ട് ചെയ്ത റോ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്തു, വ്യത്യസ്ത 4 രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഒന്ന് എക്സ്ക്ലൂസീവ് മെത്തേഡും ഉണ്ട്, ഇൻക്ലൂസീവ് മെത്തേഡും ഉണ്ട്. എന്താണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം. ഇൻക്ലൂസീവ് മെത്തേഡും എക്സ്ക്ലൂസീവ് മെത്തേഡും നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഏജ്, ഫ്രീക്വൻസി. എഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫ്രീക്വൻസി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ മാർക്ക്, ഇത് ഈ ഒരു ഡാറ്റ, ഈ തന്നിട്ടുള്ള ഈ ഡാറ്റ ഏത് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടാണ്, ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ ഡാറ്റ ഏത് ക്ലാസിഫിക്കേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്ക്. അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ് മാർക്ക്. അപ്പോൾ ആ മാർക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്ന മാർക്ക് ആയതുകൊണ്ട് അതിന് മാർക്കിൻ്റെ രീതിയിലാണ്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഏത് ക്ലാസിഫിക്കേഷനാണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അതിന് നേരെ നോക്കുക, ഏജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റം വരുത്താൻ പറ്റും. അതും എന്താണ്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? വയസ്സിൻ്റെ, ഏജിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതും എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്. അതൊക്കെ നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ന ക്ലാസിഫിക്കേഷൻ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ എക്സ്ക്ലൂസീവ് മെത്തേഡ്, ഇൻക്ലൂസീവ് മെത്തേഡ്, ഈ വിവരങ്ങൾ ശേഖരിച്ച് അത് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 മെത്തേഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അത് ആളുകൾക്ക് മുമ്പ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ, പ്രസൻറ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. അതിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ 2 രീതിയിൽ നമുക്ക് ഒരാൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. ഒന്നാമത്തത് എക്സ്ക്ലൂസീവ് മെത്തേഡും ഇൻക്ലൂസീവ് മെത്തേഡും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ക്ലൂസീവ് മെത്തേഡിലേക്ക് കടക്കുക. അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് എന്നുള്ളതിന് നമ്മളൊരു പുതിയൊരു പേര് കൊടുത്തു, ക്ലാസ് എന്നുള്ളൊരു പേര് കൊടുത്തു. നമ്മൾ ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞതാണ്, അത് ക്ലാസ് എന്നുള്ള രീതിയിൽ കൊടുത്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്തു, ഫ്രീക്വൻസി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇതൊക്കെ ഓരോ ക്ലാസ്സുകളാണ്. 0 to 10, 10 to 20, 20 to 30, 30 to 40 എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന മാർക്കുകളും കുട്ടികളും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 0 to 10 എന്ന് പറയുന്ന 0 മുതൽ 10 വരെ എന്ന് പറയുന്ന മാർക്ക് ലഭിച്ച കുട്ടികൾ 10 എണ്ണമാണ്. എത്ര എണ്ണമാണ്, അഥവാ 10 മുതൽ 20 വരെ മാർക്ക് ലഭിച്ച കുട്ടികൾ 15 എണ്ണമാണ്. എത്ര എണ്ണം കിട്ടി, എത്ര ആളുകൾക്ക് അത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 20 മുതൽ 30 വരെ മാർക്ക് ലഭിച്ച കുട്ടികൾ 20 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഫ്രീക്വൻസിയാണ്. ആ 20 എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. എത്ര എണ്ണമാണ് കിട്ടിയത്, ആ എണ്ണത്തിൻ്റെ ആൻസറാണ് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഏജും ഫ്രീക്വൻസിയോടെ കൊടുത്തിട്ടുള്ളത്. 0 to 9, അതായത് 0 മുതൽ 9 വയസ്സ് വരെയുള്ള ആളുകൾ 10 എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. 20 മുതൽ 29 വരെ വയസ്സുള്ള ആളുകൾ 20 എണ്ണമാണ്. അതിപ്പോൾ 20 എണ്ണ ആളുകൾ എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്പർ ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് അങ്ങനെയുള്ള ആളുകളെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആളുകൾക്ക് മറ്റൊരു പേരാണെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ക്ലാസ് എന്താന്ന് പറഞ്ഞു, ഫ്രീക്വൻസി എന്താന്ന് പറഞ്ഞു. ഇനി 0 to 10 അഥവാ 0 നമുക്ക് 2ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അഥവാ ഒരു ഭാഗത്ത് 0, മറ്റൊരു ഭാഗത്ത് 10. അഥവാ ഈ 0ൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഏതൊക്കെയാണ്? 10,
0, 10, 20, 30. ഇവിടെ എന്താണ് 10, 20, 30, 40 എന്നുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ഈ ആദ്യത്തെ ഒരു ക്ലാസ് നോക്കുക. അതിലെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് രണ്ട് വാക്കുകൾ നമ്മൾ പഠിക്കുകയാണ്. ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിലെ താന്ന സംഖ്യ, ലോവർ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പർ ലിമിറ്റ് ആയിരിക്കും, ഏറ്റവും കൂടിയ സംഖ്യ 10. അടുത്ത ക്ലാസ് ഇതിൽ 10 എന്ന് പറയുന്നത് എന്താണ്? ലോവർ ലിമിറ്റ് ആണ്. 20 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. നമുക്ക് ഇവിടെ അപ്പർ ലിമിറ്റ് ആയിരുന്ന സാധനം എന്തായി? അടുത്ത ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ലോവർ ലിമിറ്റ് ആയി മാറി. ഇവിടെ 20 എന്നുള്ളത് അപ്പർ ലിമിറ്റ് ആണ്. അടുത്ത ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ 20 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആയി. 30 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. അടുത്ത ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ ലോവർ ലിമിറ്റ് ആയി മാറി. അപ്പോൾ ലോവർ ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റ്. അഥവാ ഈ ഒരു ഭാഗം മുഴുവനും ലോവർ ലിമിറ്റും ഈ ഒരു ഭാഗം മുഴുവനും അപ്പർ ലിമിറ്റും ആണ്. ഓക്കെ, അപ്പോൾ ലോവർ ലിമിറ്റ് പറഞ്ഞു, അപ്പർ ലിമിറ്റ് പറഞ്ഞു, ക്ലാസ് പറഞ്ഞു, ഫ്രീക്വൻസി പറഞ്ഞു. ഇനി അടുത്തൊരു വാക്കാണ് ക്ലാസ് ഇന്റർവെൽ. ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നാൽ ക്ലാസ് ഇന്റർവെൽ അഥവാ ഇതൊരു ക്ലാസ് ആണല്ലോ, നമ്മൾ പറഞ്ഞതാണ് ക്ലാസ്. ഇതിൻ്റെ ഇന്റർവെൽ എന്താണ്? അഥവാ 0ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം, അതിനാണ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇത് 0ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 ആണ്. അതെന്ത് കിട്ടാൻ ഒരു ഉപാധി ചെയ്താൽ മതി, 10ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് 10 കിട്ടും. അടുത്ത് 10ഉം 20ഉം തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഈ 10ഉം 20ഉം തമ്മിലുള്ള അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ൽ നിന്ന് 10 മൈനസ് ചെയ്യുക. അപ്പോൾ 20ൽ നിന്ന് 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10. 20 മുതൽ 30 വരെ എന്നുള്ള അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30ൽ നിന്ന് 20 മൈനസ് ചെയ്യുക 10. 30 മുതൽ 40 വരെ എന്നുള്ളതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40ൽ നിന്ന് 30 മൈനസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയാണോ അതിനെയാണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്തൊന്നുകൂടിയും പറയാണ്ട് മിഡ് വാല്യൂ. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള നമ്മൾ എന്ത് ചെയ്യും, മീൻ മീഡിയം മോഡൊക്കെ പറയുന്ന സമയത്ത് ഇനിയും പറയും. മിഡ് വാല്യൂ എന്ന് പറയുന്നത് അഥവാ മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്നൊക്കെ നമ്മൾ പറയും. മിഡ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 0 to 10ൻ്റെ മിഡ് വാല്യൂ അഥവാ 0ൻ്റെയും 10ൻ്റെയും ഇടയിലുള്ള സംഖ്യ എത്രയാണെന്നുള്ളതാണ് മിഡ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? 0 to 10 അതിൻ്റെ മിഡ് വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 അഥവാ 10 0 കൂട്ടുക, 10ഉം 0 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര? 10. 10നെ പകുതി ആക്കുക, സെൻറ്റർ ആക്കുക, അപ്പോൾ 5. 5 ഇതിൻ്റെ മിഡ് വാല്യൂ. ഓക്കെ, അടുത്തത് 10 മുതൽ 20 വരെയുള്ളതിൻ്റെ മിഡ് വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ 10ൻ്റെയും 20ൻ്റെയും സെൻട്രലായിട്ടുള്ള സംഖ്യ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ഉം 10ഉം കൂട്ടുക 30. 30ൻ്റെ പകുതി 15 ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു മിഡ് വാല്യൂ എന്നുള്ളതിന് M ആണ്, ക്യാപിറ്റൽ ലെറ്റർ M ആണ് സൂചിപ്പിക്കുക. 0 to 10ൻ്റെ മിഡ് വാല്യൂ അഥവാ 10ഉം 0ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10, 10നെ പകുതിയാക്കി കഴിഞ്ഞാൽ 5. അടുത്ത 10ഉം 20ഉം കൂട്ടുക, 10 മുതൽ 20 വരെയുള്ളതിന് മിഡ് വാല്യൂ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ഉം 20ഉം കൂട്ടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പകുതിയാക്കുക. അങ്ങനെ 10 + 20 ഡിവൈഡഡ് ബൈ 2 അഥവാ ഈക്വൽ ടു 10ഉം 20ഉം കൂട്ടിയാൽ 30. 30 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 15. അപ്പോൾ 15 ആയിരിക്കും. അടുത്തത് എങ്ങനെയാണ്? 20ഉം 30ഉം കൂട്ടുക, 20ഉം 30ഉം കൂട്ടിയാൽ 50. 20ഉം 30ഉം കൂട്ടിയാൽ 50. 50ൻ്റെ പകുതി 25. 30ഉം 40ഉം കൂട്ടിയാൽ എത്രയായി? 75. 75ൻ്റെ പകുതി 35. അങ്ങനെയാണ് മിഡ് വാല്യൂ നമ്മൾ കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ തന്നിട്ടുള്ളതിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ക്ലാസ് പഠിച്ചു, ഫ്രീക്വൻസി പറഞ്ഞു, അപ്പർ ലിമിറ്റ് പഠിച്ചു, ലോവർ ലിമിറ്റ് പറഞ്ഞു, ക്ലാസ് ഇൻ്റർവെൽ പഠിച്ചു, പിന്നെ അവസാനം മിഡ് വാല്യൂ അല്ലെങ്കിൽ മിഡ് പോയിന്റ് പഠിച്ചു. ഇതേമാതിരി നമുക്ക് നോക്കുക. ഈ ഒരു ഇൻക്ലൂസീവ് രീതി നമ്മൾ പറഞ്ഞിട്ടില്ല, എക്സ്ക്ലൂസീവ് രീതി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ 0 to 10 ഇതിൻ്റെ മിഡ് വാല്യൂ എത്ര കാണാൻ എന്ത് ചെയ്താൽ മതി? 9ൻ്റെ പകുതി. 9ൻ്റെ പകുതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മിഡ് വാല്യൂ കാണും. 10ഉം 19ഉം കൂട്ടിയിട്ട് അതിൻ്റെ മിഡ് വാല്യൂ ഇങ്ങനെ കാണാം. 10ഉം 19ഉം കൂട്ടുക 29. 29ൻ്റെ പകുതി എത്രയാണ്? ആ സംഖ്യ, അതാണ് മിഡ് വാല്യൂ. ഇനി എക്സ്ക്ലൂസീവ് രീതിയിലേക്ക് വരാം. 0 to 10 0 to 10
ഈ 10 എന്ന് പറയുന്ന ഒരു ക്ലാസ് പറയുകയാണ് 0 to 10. ഈ 10 തന്നെയാണ് 10 തന്നെയാണ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ അതിനെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയാം. ഒന്നുകൂടി പറയാം. 0 to 10, 10 to 20, 20 to 30, 30 to 40 അങ്ങനെ വരികയാണ്. ഈ 0 to 10 ഈ 10 തന്നെയാണ് അടുത്ത ക്ലാസ്സിലും ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത് എങ്കിൽ അതിനെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയാം. ഇനി 20 അപ്പർ ലിമിറ്റ് ആണ്, ആ 20 തന്നെയാണ് അടുത്ത ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. 30 അപ്പർ ലിമിറ്റ് ആണ്, ആ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 30 ആണ് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത് 30 ആയിട്ട് ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ഇതിനെയാണ് എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയാം. ഇനി അടുത്തത് ഇൻക്ലൂസീവ് രീതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 to 9 ആ 9ൻ്റെ ബാക്കി ആയിട്ടാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. 9ൻ്റെ ബാക്കി 10 അതെ. 0 to 9 9ൻ്റെ ബാക്കിയായിട്ടാണ് 10 വരുന്നത്. അഥവാ 19ൻ്റെ ബാക്കിയായിട്ടാണ് അടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. 29ൻ്റെ ബാക്കി 30 അടുത്ത ക്ലാസ്സിലെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. അപ്പർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. ലോവർ ലിമിറ്റ് ആയിട്ട് വരും. 39 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ്. ആ അപ്പർ ലിമിറ്റ് ആണ് അടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. 39ൻ്റെ ബാക്കിയായിട്ടുള്ള 40 ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇൻക്ലൂസീവ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് രീതി എന്താ പറഞ്ഞു, എക്സ്ക്ലൂസീവ് രീതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, താഴെ ഒരു ചെറിയൊരു ബോക്സ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആൻസർ എഴുതുക. അതിലെന്താ തന്നിട്ടുള്ളത്? ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ലോവർ ലിമിറ്റ് കാണുക, അപ്പർ ലിമിറ്റ് കാണുക, മിഡ് വാല്യൂ കാണുക, ക്ലാസ് ഇൻ്റർവെൽ കാണുക. എക്സ്ക്ലൂസീവ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാണ്? ഈ കൺവേർട്ട് ചെയ്യുന്നത്, മാറ്റം വരുത്തുന്നത് എന്തിനാണ്? അത് നമ്മളൊരു പ്രോബ്ലം വരുന്ന സമയത്ത് ഇൻക്ലൂസീവിലാണ് തരുന്നതെങ്കിൽ അതിനെ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റിയിട്ടല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഉത്തരം തെറ്റിപ്പോകും. ഇൻക്ലൂസീവിലാണ് എഴുതി പോകുന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം തെറ്റിപ്പോകാനുള്ള 100% സാധ്യത ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇൻക്ലൂസീവിന് എന്ത് ചെയ്യണം, എക്സ്ക്ലൂസീവിലേക്ക് ആക്കണം. അപ്പോൾ എക്സ്ക്ലൂസീവിലേക്ക് ആക്കുന്നതിന് ഒരു ചെറിയൊരു ടിപ്പ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടി ഒന്ന് ഇതാക്കുക. ഇത് ഓരോ ക്ലാസ്സുകളാണ്. 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49 എന്ന് പറയുന്നത് ഒക്കെ വ്യത്യസ്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ്. ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതൊക്കെ ലോവർ ലിമിറ്റാണ്. അതായത് 0, 10, 20, 30, 40 എന്നൊക്കെ പറയുന്നത് ലോവർ ലിമിറ്റുകളാണ്. അപ്പർ ലിമിറ്റുകളാണ് 9, 19, 29, 39, 49 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റുകളാണ്. ഈ ഭാഗം പറയുന്ന ഇത്ര 0 to 9 എന്ന് പറയുന്ന ഏജുകൾ എത്ര ആളുകൾക്ക് കിട്ടിയെന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അഥവാ ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ 0 ഉം 9 തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, 9 ആയിരിക്കും. അത് 10 ഉം 19 തമ്മിലുള്ള വ്യത്യാസം അതും 9 ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്തായിരിക്കും, ഈ ഒരു മോഡലാണ് പോകുന്നത് എങ്കിൽ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ചതാണ് മിഡ് വാല്യൂ അഥവാ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. ആ മിഡ് പോയിന്റ് എങ്ങനെ കാണുക, ഈ 0 ഉം 9 തമ്മിലുള്ള എൻ്റെ ഇടയിലുള്ള സംഖ്യ, 0 ഉം 9 ഇടയിലെ സംഖ്യ ഉണ്ട്. ആ സംഖ്യ എത്രയാണോ അതിനാണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത്. 10 ഉം 19 അത് കൂട്ടാൻ എന്ത് ചെയ്താൽ മതി, 10 ഇതിൻ്റെ ആണ് കാണുന്നെങ്കിൽ 10 19 10 + 19 ഡിവൈഡ് ബൈ 2, 10 ഉം 19 കൂട്ടുക എത്രയായി, 29, 29 / 2 ഈക്വൽ ടു എത്രയായി, 14.5 എന്നാവും. ഓക്കെ. ഇനി ഇതിങ്ങനെയാണ് എന്ത് പറയുക, മിഡ് വാല്യൂകൾ കാണാം. അത് ഓരോന്നിനും നമുക്ക് മിഡ് വാല്യൂ കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എഴുതണം, ഓക്കെ, മനസ്സിലാക്കിയിട്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ പറയപ്പെടുന്ന നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്ത് ചെയ്യാണ്, ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവിലേക്ക് മാറ്റാൻ പോവുകയാണ്. എങ്ങനെയാണ് മാറ്റാൻ നോക്കുക. ഫസ്റ്റ് ക്ലാസ്സിലെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് എത്ര, അപ്പർ ലിമിറ്റ് 9. ആ 9ഉം അടുത്ത ക്ലാസ്സിലെ ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കുക. അഥവാ 9ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 1. ആ 1നെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഹരിക്കുക. 1നെ 2 കൊണ്ട് ഹരിച്ച എത്ര പറയും, 1നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1/2 എന്ന് ഉത്തരം കിട്ടും. അപ്പം 0.5 എന്ന് ഉത്തരം കിട്ടും. ഈ 0.5 എന്ത് ചെയ്യുക, എല്ലാ ലോവർ ലിമിറ്റിലും എന്ത് ചെയ്യുക, കുറക്കുക. എല്ലാ അപ്പർ ലിമിറ്റിലും എന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആക്കാനുള്ള പരിപാടി നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക. എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ 1/2 എന്ത് ചെയ്യണം, ഏജ്, ഫ്രീക്വൻസി. അപ്പോൾ 0-ൽ നിന്ന് 1/2 കുറക്കാൻ കഴിയില്ല. അപ്പം എന്ത് ചെയ്തു, 0 തന്നെ.
9-ൽ അര കൂട്ടുക, അങ്ങനെയാണല്ലോ പറഞ്ഞത്, 9-ൽ അര കൂട്ടുക. അപ്പോൾ എത്രയായി? 9.5. ഇനി അടുത്തത് 10-ൽ എന്ത് ചെയ്യുക? അര കുറക്കുക. 10-ൽ അര കുറച്ച് കഴിഞ്ഞാൽ 9.5. 10-ൽ അര കുറച്ച് കഴിഞ്ഞാൽ 9.5. 19-ൽ അര കൂട്ടുക. അപ്പോൾ എത്രയായി? 19.5. ഇവിടെ എത്രയാണ്? 10, 15. ഫ്രീക്വൻസിയിൽ ഒരു മാറ്റമില്ല. അടുത്തത് 19.5 മുതൽ 29-ൽ അര കൂട്ടിക്കഴിഞ്ഞാൽ 29.5. അടുത്ത 30-ൽ അര കുറക്കുക. 30-ൽ അര കുറച്ച് കഴിഞ്ഞാൽ 29.5. 39-ൽ അര കൂട്ടുക. എത്ര? 39.5. 20. അടുത്തത് 40-ൽ അര കുറക്കുക. അപ്പോൾ എത്രയായി? 39.5. 49-ൽ അര കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്രയായി? 49.5. 10. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എക്സ്ക്ലൂസീവ് രീതി എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിരുന്നു. അപ്പോൾ എക്സ്ക്ലൂസീവ് രീതിയിൽ എന്തായിരിക്കും? ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അഥവാ അപ്പർ ലിമിറ്റ്, ആ അപ്പർ ലിമിറ്റിലുള്ള അതേ നമ്പർ തന്നെ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ ലോവർ ലിമിറ്റ് ആയിട്ട് വരിക. 9.5 9.5 ഒന്നില്ലേ, അടുത്ത 19.5 19.5 ഒന്നില്ലേ, 29.5 29.5 ഒന്നും. ഇങ്ങനെയാണ് ഇൻക്ലൂസീവ് രീതിനെ എക്സ്ക്ലൂസീവ് ആക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.